വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി ആളുകളെ പുറന്തള്ളാനും കേരളമടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ കുടിയേറ്റ തൊഴിലാളികളെ കുത്തിനിറയ്ക്കാനുമായി പുതിയ നിർദ്ദേശവുമായി എത്തിയിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആദ്യ പരീക്ഷണം എന്നോണം ബീഹാറിൽ ഇത് പടിപടിയായി നടത്തുകയുമാണ്. പെട്ടെന്ന് നമുക്കിത് ഗൗരവമായി തോന്നുകയില്ല. ചിലപ്പോൾ ഒട്ടും പ്രാധാന്യമല്ലാത്ത ഒരു വാർത്തയായി തള്ളിക്കളയുകയും ചെയ്യും. പക്ഷേ 11 വർഷമായി അധികാരത്തിൽ ഇരിപ്പിടമുറപ്പിച്ചിരിക്കുന്ന RSS അത് നിലനിർത്തുവാനും ഇവിടം ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാനുമുള്ള പണികൾ പലതും ചെയ്യുന്നുണ്ട്. പാഠപുസ്തകങ്ങളിലൂടെ പുതിയൊരു ചരിത്രമുണ്ടാക്കുന്നതും അധികാര പദവികളിൽ RSS അനുഭാവികളെ നിയമിക്കുന്നതും തുടങ്ങി കൂർമ്മ ബുദ്ധിയോടെ നിഷ്പക്ഷ മൂടുപടമണിഞ്ഞ് RSS അജണ്ട നടപ്പാക്കുകയാണ്. RSS ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പുതിയ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കമ്മീഷനാകുമ്പോൾ നിഷ്പക്ഷമാണല്ലോ എന്ന ശരാശരി മനുഷ്യന്റെ വിചാരത്തെ കൂടിയാണ് RSS ഇവിടെ മുതലെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പ്രാബല്യമാകുന്നത് വഴി രാജ്യത്ത് നടക്കാൻ പോകുന്നത് ഇതുവരെ രാജ്യം കാണാത്ത, അനുഭവിക്കാത്ത അതിഭീകരമായ രാഷ്ട്രീയ അട്ടിമറിയാണ്. ജനാധിപത്യത്തെ അട്ടിമറിച്ച് പതിയെ പതിയെ ഒരു RSS സ്വേച്ഛാധിപത്യത്തിലേക്ക് നമ്മുടെ രാജ്യം മാറും. എങ്ങനെയെന്നല്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. 1. ജനിച്ച നാട്ടിലല്ലാതെ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് ആ താമസിക്കുന്നിടത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കും. 2. 2003 ജനുവരി 1 നിലവിൽ വന്ന വോട്ടർ പട്ടികയാണ് ആധികാരികമായി പരിഗണിക്കുക. 3. 1987 ശേഷം ജനിച്ചവർ അവരുടെ രക്ഷിതാക്കളുടെ രേഖകളും സമർപ്പിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിലെ ഒഴിവാക്കലുകളും കൂട്ടിച്ചേർക്കലുകളും ഉണ്ടാക്കും. 4.96 കോടി വോട്ടർമാരാണ് ബീഹാറിൽ ഉണ്ടായിരുന്നത്. അതിനാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പട്ടികയിലുള്ള 7.89 കോടി വോട്ടർമാരിൽ 2.93 കോടി പേർ അവരുടെ അർഹത തെളിയിക്കാൻ ജനന തീയതി, ജനനസ്ഥല രേഖകൾ ഹാജരാക്കേണ്ടി വരും. 1987 ശേഷം ജനിച്ചവർ അവരുടെ രക്ഷിതാക്കളുടെ രേഖകളും സമർപ്പിക്കണം. അംഗത്വം പുതുക്കാനുള്ള ഫോമുകൾ ബൂത്ത് തല ഉദ്യോഗസ്ഥരാണ് വിതരണം ചെയ്യുക. ഇവ പൂരിപ്പിച്ച് ജനനരേഖകൾക്കൊപ്പം സമർപ്പിച്ചാലേ വോട്ടറായി തുടരാനാകും. ബീഹാറിലെ ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പണിയെടുക്കുന്നവരാണ്. അപേക്ഷ നടപടികൾ ഓൺലൈനിൽ പൂർത്തീകരിക്കാനുള്ള സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തവരോ സാങ്കേതിക സംവിധാനങ്ങൾ ലഭ്യമാകാത്തവരോ ആണ് ഇവരിൽ ഭൂരിപക്ഷവും. രക്ഷിതാക്കളുടെ രേഖകളും കൂടി ഹാജരാക്കണമെന്ന വ്യവസ്ഥ സ്ഥിതി കൂടുതൽ വഷളാക്കും. ഇതുകൊണ്ട് തന്നെ സാധാരണക്കാരും പാവപ്പെട്ടവരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകും. ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ വോട്ടർ പട്ടികയിൽ ചേരാൻ മതിയായ രേഖകളൊന്നും ഇവരുടെ കൈവശം ഉണ്ടാകണമെന്നുമില്ല. അങ്ങനെയാകുമ്പോൾ 1.5 കോടി പേരാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകുക. ബീഹാർ പോലെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനത്ത് ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കുവാൻ എളുപ്പമാണ്. അവിടെ ഈ ദൗത്യം വിജയിച്ചു കഴിഞ്ഞാൽ ഈ നിർദ്ദേശം മറ്റു സംസ്ഥാനങ്ങളിലും ഫലപ്രദമാക്കാൻ എളുപ്പമാണ്. നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. RSSന് ചെറിയ ബലപുഷ്ടിയുള്ള ഇടങ്ങളിലേക്ക് അന്യ സംസ്ഥാനത്തു നിന്ന് RSS അനുഭാവികളായവരെ കൂട്ടമായി ഇവിടെ എത്തിക്കുവാനും BJPയെ സഹായിക്കാനും കഴിയും. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ന് RSSന്റെ അധികാരമോ അംഗബലമോ പണമോ പ്രതാപമോ ഇല്ലാത്തതിനാൽ ഇവർക്ക് ഇത് നിഷ്പ്രയാസം സാധ്യമാക്കുകയും ചെയ്യാം. ജനാധിപത്യത്തിനെ സംരക്ഷിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ അട്ടിമറിക്കെതിരെ നാം പ്രതികരിച്ചേ മതിയാവൂ. രാജ്യത്തെ വോട്ടിംഗ് ഘടനയെ പോലും അട്ടിമറിക്കുന്ന ഈ പുതിയ നീക്കം ഒരു പൗരനെന്ന നിലയിൽ അവകാശ ലംഘനമായി തന്നെ നാം കാണണം.